കോൺഗ്രസുമായും രാഹുൽ ഗാന്ധിയുമായും അകൽച്ചയിലേക്ക് പോകാനുള്ള കാരണങ്ങൾ തുറന്നു പറഞ്ഞ് കയ്യടി നേടുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രതിനിധി പ്രൊഫസർ കെ.വി. തോമസ്. 2018 എറണാകുളത്ത് നടന്ന പരിപാടിയിൽ താൻ നടത്തിയ പ്രസംഗത്തിലെ ചില പരാമർശങ്ങളും അത് മാധ്യമങ്ങൾ ഏറ്റെടുത്ത രീതിയുമാണ് കോൺഗ്രസുമായുള്ള അകൽച്ചയ്ക്ക് പ്രധാന കാരണമെന്നാണ് തോമസ് മാഷ് പറയുന്നത്. സഫാരി ടിവിയുടെ ചരിത്രം എന്നിലൂടെ എന്ന പരിപാടിയിൽ സംസാരിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. എറണാകുളത്ത് 2018 നടന്ന മാനേജ്മെൻറ്റ് അസോസിയേഷൻ അതിൻ്റെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. അന്ന് ഇന്ത്യയെക്കുറിച്ച് ചർച്ച നടന്നു. അന്ന് കേന്ദ്ര വാണിജ്യ വകുപ്പ് മന്ത്രി ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഒപ്പം കെ.വി. തോമസും ഉണ്ടായിരുന്നു. മന്ത്രി സ്വാഭാവികമായി കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് മാത്രമേ പറയൂ. നോട്ട് റദ്ദാക്കിയത്, GST നടപ്പിലാക്കിയത്, അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. രണ്ടാമത് കെ.വി. തോമസ് ആയിരുന്നു പ്രസംഗിക്കേണ്ടത്. അന്ന് അവിടെ വെച്ച് കെ.വി. തോമസ് പറഞ്ഞു, എൻ്റെ സഹപ്രവർത്തകനോട് യോജിക്കാനാവില്ല, നമ്മുടെ പ്രധാനമന്ത്രി മോശം ഭരണാധികാരിയാണ്, എന്നാൽ അദ്ദേഹം നല്ലൊരു മാനേജരാണ് എന്ന് പറഞ്ഞു. ശരിയാണ്. അദ്ദേഹം എങ്ങനെയാണ് നോട്ട് നിരോധനത്തെ മാനേജ് ചെയ്തത്, എങ്ങനെയാണ് അദ്ദേഹം GST കൊണ്ടുവന്നപ്പോഴുണ്ടായ പ്രശ്നം മാനേജ് ചെയ്തത് എന്നൊക്കെ കെ.വി. തോമസ് പ്രസംഗത്തിൽ തട്ടിവിട്ടു. പിന്നീട് കെ.വി. തോമസിൻ്റെ പ്രസംഗം മാധ്യമങ്ങളിൽ വന്നപ്പോൾ നല്ല ഭരണാധികാരിയാണ് എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുകയും കെ.വി. തോമസിനെതിരായി ഡൽഹിയിൽ പ്രചാരണം നടത്തുകയും ചെയ്തു. ഇങ്ങനെ ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്താണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെടുന്നത്. സീറ്റ് കിട്ടിയില്ല എന്നതിനപ്പുറത്ത് കെ.വി. തോമസിനോട് ഒന്നും പറഞ്ഞില്ലെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. മുൻകൂട്ടി ഒന്നും അറിയിച്ചില്ല, അറിയിക്കാമായിരുന്നുവെന്ന ദുഃഖം അലട്ടിയിരുന്നു. അവിടെ നിന്നാണ് കെ.വി. തോമസ് കോൺഗ്രസിൽ നിന്നും കൂടുതൽ അകന്നു പോകുന്നത്. അന്നത്തെ നേതാക്കന്മാരായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പറഞ്ഞത് മാഷില്ലാതെ എന്ത് എറണാകുളം എന്നാണ്. എന്നാൽ പിന്നീട് ഇവരെല്ലാം ഒരു ഗ്രൂപ്പായി കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള രാഹുലിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ഇടപെട്ടാണ് സീറ്റ് നിഷേധിച്ചതെന്നും കെ.വി. തോമസ് ആണയിട്ട് പറയുന്നു. ഇതാണ് ഒരു ഒതുക്കലിൻ്റെ കഥ. പലരെയും ഒതുക്കിയ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. രാഷ്ട്രീയത്തിലായാലും ബിസിനസ്സിലായാലും ഏത് രംഗത്തായാലും ചിലരൊക്കെ അതൊക്കെ തുറന്നു പറയും, ചിലരത് മൂടി വയ്ക്കും. ചില അവസരങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ചിലരൊക്കെ പുറത്തു പറയുന്നത്. ഏതായാലും തോമസ് മാഷ് കോൺഗ്രസ് ജീവിതം അവസാനിപ്പിക്കാനുള്ള കാരണം ഇപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞല്ലോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും പറഞ്ഞത്.